ഫെബ്രുവരി 25-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഉക്രൈനും US-ഉം തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഉക്രൈനിലുള്ള മിനറൽ റിസോഴ്സസിനെ US ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇവിടെ ഡിസ്കഷനിലുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ US പോലുള്ള രാജ്യങ്ങളെ എന്തിനാണ് ഉക്രൈൻ പോലുള്ള രാജ്യങ്ങളെ യുദ്ധത്തിൽ സഹായിക്കുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ വിചാരിക്കാറുണ്ട് യുദ്ധത്തിലെ വലിയ സാമ്പത്തിക ചെലവുണ്ട്, എന്തിനാണ് പലപ്പോഴും വലിയ വലിയ രാജ്യങ്ങൾ സഹായിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു ക്ലിയർ കട്ട് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉക്രൈനും US-ഉം തമ്മിലുള്ള ആ ഒരു റിലേഷൻ, പ്രത്യേകിച്ചും റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉക്രൈനെ വളരെയധികം സഹായിച്ചത്, ആയുധവും മറ്റുമൊക്കെ നൽകി US സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വെറുതെ ആയിരുന്നില്ല, ഉക്രൈൻ്റെ നാച്ചുറൽ റിസോഴ്സസിനെ, പ്രകൃതി വിഭവങ്ങളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അത് US-ന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ മിലിറ്ററി അസിസ്റ്റൻസിന് പകരമായിട്ട് ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിന്റെ ആക്സസ് കൊടുക്കണം, അതായത് ഉക്രൈനിൽ നിന്നും നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് US ഒഫീഷ്യൽസ് ഉക്രൈൻ്റെ മേലെ വലിയ പ്രഷറാണ് ചെലുത്തുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഉക്രൈൻ അതിനെ ഡിസ്കഷനിലുണ്ട് അത്ര, കാരണം ഇനീഷ്യൽ ഡ്രാഫ്റ്റിൽ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൊട്ടക്ഷൻസ്, അതായത് ഉക്രൈനിയൻ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കി അദ്ദേഹം കോൺക്രീറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് US നിന്ന് സീക്ക് ചെയ്യുകയാണെന്നായിട്ടുള്ളത്. ഉക്രൈനിയൻ റിസോഴ്സസ് നൽകുന്നത് വഴി വളരെ ഓപ്പൺ ആയിട്ട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈന് US ആക്സസ് നൽകേണ്ടതായിട്ടുണ്ട്, ബിക്കോസ് വാർ ടൈം എയ്ഡിന് കോമ്പൻസേഷൻ ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൈന ആയിക്കോട്ടെ അല്ലെങ്കിൽ US ആയിക്കോട്ടെ, ഇത്തരം രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് നൽകുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അതായത് പലപ്പോഴും കണ്ടീഷണൽ ആവുന്നതാണ് നമ്മളിവിടെ കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഈ ഒരു കൊളോണിയലിസം അതിൻ്റെ പുതിയ രൂപത്തിൽ എന്നത് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള രീതിയിലാണ് മറ്റു രാജ്യങ്ങളുടെ മേലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള റിസോഴ്സുകളുടെ മേലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. ചൈനയാണെങ്കിൽ കടം കൊടുത്ത് കടക്കെണിയിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത സിംലിപാൽ ടൈഗർ റിസർവിൽ നിന്നാണ്. അവിടെ ട്രൈബൽ പീപ്പിള് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, ടൈഗറിനെ റീലൊക്കേറ്റ് ചെയ്യുകയാണ്. ആ റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പരിധിയിലേക്ക് അവർക്ക് അവരുടെ ആൻസിസ്ട്രൽ ലൊക്കേഷനൊക്കെ ഉണ്ട്, സാക്രഡ് ഗ്രൂവ് ഉണ്ട്, അവിടത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വാർത്ത? ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മറ്റൊന്ന്, ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവ് പല പ്രാവശ്യം വാർത്തയിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നമുക്ക് ഒഡീഷയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈഗർ റിസർവിൽ അതിലേക്ക് അവിടെ അടുത്തുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല, അവർക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസുകൾ, സാക്രഡ് ഗ്രൂവ്സ് ഒക്കെ ആ ഒരു പ്രദേശവുമായിട്ട്, വനപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒഫീഷ്യൽസ് അവിടേക്ക് പോകാൻ വിടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവിൽ അവിടെ മെലനിസ്റ്റിക് ആയിട്ടുള്ള ടൈഗേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ജെനറ്റിക് ഗ്രൂപ്പിലേക്ക് ഒതുങ്ങി അവിടെ ആ ഒരു ജെനറ്റിക് വേരിയേഷൻ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സീനത്ത് എന്ന് പറയുന്ന ഒരു ടൈഗറിനെ മഹാരാഷ്ട്രയിൽ നിന്നും ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഇംപ്രൊവൈസ് ചെയ്യാനും ഈ ഒരു മെലനിസ്റ്റിക് ടൈഗേഴ്സ് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ ടൈഗർ പോപ്പുലേഷനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവിന്റെ അകത്ത് കുറച്ച് വില്ലേജുകളുണ്ട്. ജമുനാഗഡ് എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ്. അപ്പോൾ ഇവര് ഫെൻസസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സീനത്തിന്റെ ടെറിട്ടറിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് സീനത്ത് എന്ന് പറഞ്ഞ പുതിയ കടുവ വന്നപ്പോൾ അതിന്റെ ടെറിട്ടറിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇവരെ നിർത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു സാക്രഡ് ഗ്രൂവ്സും അവരുടെ ഈ ഒരു ആൻസിസ്ട്രൽ ലാൻഡും ഒക്കെയുള്ള, അതായത് അവരുടെ ശ്മശാനം പോലുള്ള പ്രദേശത്തേക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ആക്സസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ജമുനാഗഡിൽ പ്രദേശത്ത് മുണ്ട എന്ന് പറയുന്ന ട്രൈബ്സ് താമസിക്കുന്നുണ്ട്. ഇവർ വലിയ പ്രൊട്ടസ്റ്റ് ആണ് ഭുവനേശ്വറിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ
സാക്രഡ് സ്പേസസിലേക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്ക് വേർഷിപ്പ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജമുനാഗഡ് പ്രദേശത്ത് നിന്നും 2015ലും 2022ലായിട്ട് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു സിംലിബ ടൈഗർ റിസർവ് എന്നുള്ള ഹ്യൂമൻ ഹാബിറ്റേഷൻ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എവിക്ഷൻസ് ആൾക്കാരെ പുറത്താക്കിയിട്ടുള്ളത്. ഈവൻ ദോ അവർ വലിയ പ്രൊട്ടസ്റ്റുകൾ നടത്തി എന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും പരിഗണിക്കാതെയാണ് ആൾക്കാരെ പുറത്തേക്ക് മാറ്റിയിട്ടുള്ളതും കൂടി ഓർത്തുണ്ടായിരുന്നു. ഈ ഒരു എവിക്ഷന് ശേഷം വില്ലേജേഴ്സ് ഈ ഒരു സാക്രഡ് ഗ്രൂവ്സും ബറിയൽ ഗ്രൗണ്ട്സും ഒക്കെ റിച്വൽസിന് വേണ്ടിയിട്ട് സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതോറിറ്റീസ് സീനത്തിനെയും കൂടെ കൊണ്ടുവന്നതോടെ അതോറിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് അവരെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വില്ലേജേഴ്സ് പറയുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ആ രോഗം ബാധിച്ചു, ഒരുപാട് ആൾക്കാർക്ക് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഈ ഒരു ആൻസിസ്ട്രൽ ലാൻഡിൽ അടക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാക്രഡ് സൈറ്റുകളിൽ കൊണ്ടുവന്ന് ബറിയൽ ചെയ്യുന്നതിനോ പറ്റുന്നില്ല എന്നുള്ളതാണ്. സീനത്ത് എന്ന് പറഞ്ഞ ടൈഗർ അത് കടുവയാണ്. അത് നവംബർ 2022ലാണ് ഈ ഒരു സിംലിബ ടൈഗർ റിസർവിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർത്ത് വെക്കാം. പക്ഷെ അത് അതിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കടന്ന് നടക്കുകയാണ് എന്നുള്ളത് ഒരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. ഈ ഒരു സിംലിബ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഡീഷയിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒഡീഷയിലെ നോർത്തിലായിട്ടാണ് ഈ സിംലിബ ടൈഗർ റിസർവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഒഡീഷയുടെ നോർത്തേൺ പാർട്ടിൽ മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സിംലിപാൽ എന്ന പേര് വരാൻ കാരണം സിമുൽ എന്ന് പറയുന്ന സിൽക്ക് കോട്ടൺ എന്ന് പറയുന്ന ട്രീ ഇവിടെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ 1956 ഇതിനൊരു ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 1973 പ്രൊജക്ട് ടൈഗറിന്റെ പരിധിയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. 1994 ഇതിനെ ഒരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിക്കുകയും 2009 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഓഫ് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് ഈ ഒരു സിംലിബ ടൈഗർ റിസർവ് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംലിവാൽ കുൽദിഹ ഹാർദഡ് എലിഫന്റ് റിസർവിന്റെ ഭാഗമായിട്ട് ഇതിനെയാണ് മയൂർഭഞ്ച് എലിഫന്റ് റിസർവ് എന്ന് കോമൺലി വിളിക്കുന്നത്. ഈ ഒരു പ്രദേശം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മയൂർഭഞ്ച് എലിഫന്റ് റിസർവിൽ 3 പ്രദേശങ്ങളുണ്ട്. ഒന്ന് സിംലിബ ടൈഗർ റിസർവ്, ഹദർഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ കുൽദിഹ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുകൂടി ഓർത്തുവെക്കുന്നത്. പ്രധാനമായിട്ട് 2 ട്രൈബുകളാണ്. ഒന്ന് എറെങ്ക ഖരിയാസ്, മറ്റൊന്നാണ് മാൻകിർദിയാസ്. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു റിസർവ് ഫോറസ്റ്റുകളിൽ ഉള്ളത്. അവർ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കാട്ടിൽ നിന്നും തടികളും സീഡും ഒക്കെ കളക്ട് ചെയ്തിട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു മെലനിസ്റ്റിക് ടൈഗേഴ്സ് ഇന്ത്യയിൽ സിംലിബ ടൈഗർ റിസർവിൽ മാത്രമാണ് കാണുന്നത്. അതൊരു ജനറ്റിക് വേരിയേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ആ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലെ ഉള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റീലൊക്കേഷൻ ഓഫ് ടൈഗേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതും കൂടെ ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ട്. അടുത്തത് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള വലിയൊരു ക്രൈസിസുമായി ബന്ധപ്പെട്ടാണ്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ മരുന്നുകൾ ഉണ്ടാക്കുന്ന മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾ അണ്ടർ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ ഉണ്ടാക്കുന്നത് വഴി എക്സ്പോർട്ട് ചെയ്യുകയും അത് വിവിധ രാജ്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് അനുമതിയില്ലാതെ മരുന്നുകൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു അവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അവരുടെ മരുന്നുകളെ വിദേശത്തേക്ക് അയച്ച് ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുകയും അത് ഇന്ത്യയുടെ തന്നെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഗ്ലോബൽ ഹെൽത്ത് കെയർ ഹബ്ബ് അല്ലെങ്കിൽ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബ് എന്ന ഒരു ടാഗ് ലൈൻ ഇന്ത്യക്കുണ്ട്. അതിനെ നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതായിട്ടുള്ളത്. ഉദാഹരണത്തിന് 2022 കഫ് സിറപ്പുകൾ ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കി ഗാംബിയയിലേക്ക് അയച്ചിട്ട് 66 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഉസ്ബെക്കിസ്ഥാനിൽ 65 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2023 ക്യാമറൂണിൽ 12 കുട്ടികൾ ഈ ഒരു കഫ് സിറപ്പുകൾ കഴിച്ച കാരണം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഒരു ടോക്സിക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ പോലുള്ള ഇൻഗ്രീഡിയൻസ് മരുന്നുകളിൽ ഉൾപ്പെട്ടതാണ് ഈ ഒരു കുട്ടികൾ മരണപ്പെടാൻ കാരണമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കിയ ഐ ഡ്രോപ്പുകൾ ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ഉണ്ടായിരുന്നു. ഇത് 2023 യു എസിലെ 3 ആൾക്കാരും മരണപ്പെടുന്നതിന് വേണ്ടിയിട്ടും 8 പേർക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും കാരണമായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയിട്ടുള്ള ഏവിയോ ഫാർമസ്യൂട്ടിക്കൽസ് അവര് അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ അതായത് ഗവൺമെന്റിന്റെ അംഗീകാരം ഇല്ലാത്ത മരുന്നുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഓപ്പിയോയിഡ് കോമ്പിനേഷൻസ് ടെർപെൻഡഡോൾ അതുപോലെ തന്നെ
കാരിസോപ്രൊഡോൾ എന്ന് പറയുന്ന മരുന്നുകളുടെ കോമ്പിനേഷൻ അത് വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈവൻ ദോ ഈ ഒരു കോമ്പിനേഷൻ ഈ രണ്ട് മരുന്നുകളും സെപ്പറേറ്റ്ലി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ലീഗലി അപ്രൂവ്ഡ് ചെയ്തിട്ടില്ല. ഈ അപ്രൂവൽ ഇല്ലാത്ത മരുന്നാണ് അയക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു ഡ്രഗ്സ് സ്റ്റാൻഡ് ലോൺ സബ്സ്റ്റൻസുകളായിട്ട് ഇൻഡിവിജ്വലി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. അതുപോലെ തന്നെ അതിന്റെ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ സെൻട്രൽ ഡ്രഗ്സ് കൺട്രോളർക്ക് മാത്രമേ ഇതിന് അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ അപ്രൂവൽ ഇല്ലാതെയാണ് ഇവർ മരുന്നുണ്ടാക്കി എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് BBC-യുടെ ഇൻവെസ്റ്റിഗേഷൻ ആണ് AVO ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഇല്ലീഗൽ പ്രാക്ടീസസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 13 മില്യൺ ഡേഞ്ചറസ് ഡ്രഗ്സ് സീസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ തുടർന്ന് കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ അതോറിറ്റീസ് AVOയുടെ മാനുഫാക്ചറിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ ആവർത്തിക്കാതിരിക്കാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ക്വാളിറ്റി ജനറിക് ഡ്രഗ്സിന് വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബ് എന്ന ടാഗ് ലൈൻ ഇന്ത്യക്ക് പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നടക്കുന്നത് ഇന്ത്യയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ ഈ ഒരു റിസ്ക് കാരണം രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തെ വീക്കൻ ചെയ്ത ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ RTI എന്ന് പറയുന്നത് റൈറ്റ് ടു ഡിനൈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പല വിശദാംശങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ RTI ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് അധികാരം കൈമാറുക എന്നുള്ളതിന്റെ ഉദ്ദേശമായിട്ടുള്ളതായിരുന്നു. കാരണം ഗവൺമെന്റിനെ കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആക്കി മാറ്റുക, ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും, അതിന് ഉത്തരം ഗവൺമെന്റ് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലോകത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പെറൻസി ലോസ് ആയിട്ടാണ്, സുതാര്യത കൊണ്ടുവരാനുള്ള ബെസ്റ്റ് ലോസിൽ ഒന്നായിട്ടാണ് ഈ ഒരു RTI ആക്ടിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുവഴി കറപ്ഷൻ കുറക്കാൻ പറ്റും, അക്കൗണ്ടബിലിറ്റി മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് കരുതിയിട്ടുള്ളത്. പക്ഷേ വിചാരിച്ച പോലെയല്ല, ഡെമോക്രസി അത് വിചാരിച്ചതുപോലെ പോയിട്ടില്ല, ഇംപ്രൂവ്മെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ മറുപടികളും അതുപോലെ തന്നെ RTI ചോദ്യങ്ങൾക്ക് കിട്ടുന്ന മറുപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെന്റ് RTIയുടെ പവർ അത് ഒഫീഷ്യൽസിൽ നിന്ന് സിറ്റിസൺസിലേക്ക് നൽകി, അതായത് അധികാരം ജനങ്ങളിലേക്ക് എത്തി എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുകയും അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറാം. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമത്തെ വീക്കൻ ചെയ്യുന്നു, അമെൻഡ് ചെയ്ത് വീക്കൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഇതിനെതിരെ സിറ്റിസൺസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിനോട് ഈ ഒരു അമെൻമെന്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രൊട്ടസ്റ്റുകൾ നടത്തുകയും ഗവൺമെന്റ് നിർബന്ധിതരാവുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. പല ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും റിട്ടയർഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റുകളാണ്, റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സർവന്റുകളാണ്. അവര് ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും പാർട്ട് ടൈം ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക്ലോഗ് പെൻഡിങ്ങുകളൊന്നും കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല. ഒരുപാട് ഡിലേസ് ആണ് ഇൻഫർമേഷൻ റിക്വസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ. 30 ദിവസം ആണെങ്കിൽ 30ാമത്തെ ദിവസം മാത്രമേ മറുപടി കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ 30ാമത്തെ ദിവസം മറുപടി കൊടുത്ത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കില്ല, വീണ്ടും അപ്പീൽ വന്നെങ്കിൽ മാത്രമേ മറുപടി കൊടുക്കുള്ളൂ. അത്തരത്തിലൊക്കെയാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി റൂളിംഗ്സ് ആയിക്കോട്ടെ, സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ആയിക്കോട്ടെ, പ്രധാനമായിട്ടും ഈ ഒരു റൈറ്റ് ടു പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടികൾ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സംഷൻസ് RTIയുടെ എഫക്റ്റീവ്നെസ്സിനെ വീക്കൻ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ഈ പേരുകൾ പറഞ്ഞുകൊണ്ട് റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, റൈറ്റ് ടു പ്രൈവസി അതുപോലെ നാഷണൽ സെക്യൂരിറ്റി വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതി 2011 ഈ ഒരു RTIയുടെ റൂളിങ്ങിന് അത് മിസ്യൂസ് ചെയ്യുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം RTI ഉപയോഗിച്ചുകൊണ്ട് ട്രബിൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ RTI മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസവും സുപ്രീം കോടതി 2011 റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഓദർ പ്രധാനമായിട്ടും ഈ ഒരു RTI ആക്ടിനെ ഇങ്ങനെ അമെൻഡ് ചെയ്യാൻ പാടില്ല, RTI ആക്ടിനെ പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. പക്ഷെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ റൈറ്റ് ടു നോ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു നോ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A പ്രകാരം. അപ്പോൾ ഇതിനെ
ഈ ഒരു റൈറ്റ് ടു നോ എന്നുള്ളതിന്റെ ഒരു വഴിയാണ് RTI പ്രൊവിഷൻസ് RTIനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അതിന് മീഡിയയും പബ്ലിക് എൻഗേജ്മെന്റുകളും വളരെ ക്രൂഷ്യലാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ ആ ഒരു എസെൻസിനെ കീപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം RTIക്ക് അതിന്റെ ഒറിജിനൽ പവർ നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വെറുതെയുള്ള ഒരു ആക്ടായി മാറും. സിറ്റിസൻസിന് അധികാരം കിട്ടാത്ത, വെറുതെ ഗവൺമെന്റിന് ഇൻഫർമേഷൻസ് നൽകാതിരിക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറും എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് UCC യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറി. പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ് ഉത്തരാഖണ്ഡിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് UCCയുടെ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എന്താണ് ഉത്തരാഖണ്ഡിലെ UCC സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് UCC എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 പ്രകാരം ഇന്ത്യയുടെ DPSP ഉള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇത് ഓപ്ഷണൽ പ്രൊവിഷൻ, അല്ലെങ്കിൽ ഇന്ത്യ അതിന് സ്യൂട്ടബിൾ ആവുന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊവിഷൻ ആണ്. ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ UCC ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്നുകൂടി ഓർത്തു വെക്കുക UCC ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ 2025 ജനുവരി 27 മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UCC എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പേഴ്സണൽ ലോസ്, അതായത് മാരേജ്, ഡൈവോഴ്സ്, അതുപോലെ തന്നെ ഹെറിഡിറ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ലോസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നിലവിൽ വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്ത രീതിയാണ് ഫോളോ ചെയ്യുന്നത്. മാരേജിനായിക്കോട്ടെ, ഡൈവേഴ്സിനായിക്കോട്ടെ, അതിനെയൊക്കെ കോമണൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പേഴ്സണൽ റിലേഷൻഷിപ്പിനെ കോമണൈസ് ചെയ്യുക, അതുവഴി ജെൻഡർ ജസ്റ്റിസും യൂണിഫോമിറ്റിയും ക്രിയേറ്റ് ചെയ്യുക. എല്ലാ മതങ്ങൾക്കും ഒരേപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ചില മതങ്ങളിൽ സ്ത്രീകളെ താഴ്ത്തി കാണിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അത് റിലീജിയസ് ഡിവിഷനെ അതിനെ എൻഫോഴ്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്റർഫെയ്ത്ത് റിലേഷൻസിനെ, വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ ചാലഞ്ച് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കണ്ടിന്യൂസ് സർവൈലൻസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് മാറുന്നതെന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്റർഫെയ്ത്ത് മാരേജുകൾ, രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ മാരേജ് ചെയ്യണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ചാലഞ്ചസ് നേരിടുന്നുണ്ട്. എന്നാൽ ഇവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള നോട്ടീസ് പീരീഡ് ഉണ്ട്. അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നോട്ടീസ് പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ അത് ബ്യൂറോക്രാറ്റിക് സ്ക്രൂട്ടനി ഉണ്ട്. ഗവൺമെന്റ് വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യും ഈ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അതിനുശേഷം മാത്രമാണ് വിവാഹം കഴിക്കാനുള്ള അനുമതി നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല സംസ്ഥാനങ്ങളും ആന്റി കൺവേർഷൻ ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഇതിനെ ക്രിമിനലൈസ് ചെയ്യുന്നുണ്ട് റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഇതും ഈ ഒരു ഇന്റർഫെയ്ത്ത് കപ്പിൾസിനെ യൂണിഫോം സിവിൽ കോഡും ഇതുപോലെ തന്നെ ഈ ഒരു ആന്റി കൺവേർഷൻ ലോസും കൂടെ ചേരുമ്പോഴത്തേക്ക് ഇന്റർഫെയ്ത്ത് കപ്പിൾസിനെ അത് വളരെ ചാലഞ്ചിങ് ആയി മാറും എന്നുള്ളതാണ്. ഇതിന്റെ പാരലൽ ആയിട്ട് ഒരുപാട് വിജിലന്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ലോക്കൽ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഇന്റർഫെയ്ത്ത് കപ്പിൾസിനെ ടാർഗറ്റ് ചെയ്യുകയും അവരെ ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ കോമൺ ആണ്. ഇത് സ്വാഭാവികമായിട്ടും സോഷ്യൽ ഡിവിഷന് കാരണമാകും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ലിവ് ഇൻ റിലേഷൻഷിപ്പും, വിവാഹം കഴിക്കാതെ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഡിസ്ട്രിക്ട് അതോറിറ്റീസുമായി ബന്ധപ്പെട്ട്. അതിനുവേണ്ടി ഏകദേശം 16 പേജ് അപ്ലിക്കേഷൻ ആണ്. ഈ അപ്ലിക്കേഷന് ശേഷം അത് റിലീജിയസ് ലീഡേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ ഹൈലൈറ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾക്ക് അവരുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അതിന് ഫാമിലി മെമ്പേഴ്സിന്റെയും റിലീജിയസ് ലീഡേഴ്സിന്റെയും ഒക്കെ അപ്രൂവൽ വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു കുറ്റമാണ്. അതൊരു ഇംപ്രിസ്മെന്റിനും ഫൈനും കാരണമാകും എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ലിവ് ഇൻ റിലേഷൻഷിപ്പിന് മുകളിൽ സ്റ്റേറ്റിന്റെ ഓവർസൈറ്റ് വർദ്ധിക്കുന്നു എന്നുള്ളതും പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ മേലെ സ്റ്റേറ്റ് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർഫെയ്ത്ത് കപ്പിൾസിനെ മാർജിനലൈസ് ചെയ്യുന്നു. ഫാമിലി മെമ്പേഴ്സും വിജിലന്റ് ഗ്രൂപ്പുകളും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ഗ്രൗണ്ട് തന്നെ ലഭിക്കും. അവർക്ക് കോടതിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇന്റർഫെയ്ത്ത് കപ്പിൾസിന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് ആന്റി കൺവേർഷൻ ലോസുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ റിലീജിയസ് ആശയങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയും പേഴ്സണൽ റിലേഷൻഷിപ്പിന് മേലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോള് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത് ഇൻഡിവിജ്വൽ ഫ്രീഡംസിന് ചാലഞ്ച് ആവും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്റർഫെയ്ത്ത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ അവിടെ റിസ്ക് ഓഫ് കോഹഷൻ, വയലേഷൻ, അതുപോലെ തന്നെ ഓണർ ബേസ്ഡ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ വർദ്ധിക്കാനുള്ള കാരണമാണുള്ളത്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഒരു അപ്പാർത്തൈഡ് ആണ്. കാരണം ഇന്റർഫെയ്ത്ത് കപ്പിൾസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ ആയിക്കോട്ടെ സമൂഹത്തിൽ നിന്ന് വേറെന്തോ
ചെയ്യുന്നു എന്ന രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയിലാണ് ഇത് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് സോഷ്യൽ സെഗ്രിഗേഷന് കാരണവും ഇന്ത്യയുടെ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസിന് വിരുദ്ധമായി മാറും. വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാരെ ഉൾക്കൊള്ളുന്ന പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസിന് വിരുദ്ധമാണ് എന്നുള്ള രീതിയിലാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളും ഒരു മോഡലാക്കി, ഉദാഹരണത്തിന് രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ ഇത്തരത്തിലുള്ള ലോസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു മോഡലാക്കി കൊണ്ടുവരികയാണെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയായി മാറും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും പേഴ്സണൽ റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു നിയമങ്ങൾ മാറുന്നതായിട്ടുള്ളത്. ഇത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെയും സോഷ്യൽ ഹാർമണിയും ഒക്കെ നെഗറ്റീവ്ലി ആയിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വിഷയം UGCയുമായി ബന്ധപ്പെട്ടാണ്. UGC നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അവർ ഈ ഒരു വൈസ് ചാൻസലേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പലതരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റും ഗവർണർമാരും തമ്മിലുള്ള ഇഷ്യൂസിന് കാരണമായിട്ടുണ്ട്. ഈ ഒരു വിഷയം പല പ്രാവശ്യം വാർത്തകൾ വന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓഥർ പറഞ്ഞ കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വൈസ് ചാൻസലേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിലും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങൾ ഇതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ആണ്. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ ഇൻവോൾവ്മെന്റ് അത്ര വേണ്ട എന്നുള്ളതാണ്. അല്ലെങ്കിൽ UGC അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UGC എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വൈസ് ചാൻസലേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിൽ ഗവർണറുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആൾക്കാരെ, ഗവർണർ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനീസ് ആണ്. അപ്പോൾ ഗവർണറുടെ താല്പര്യം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ സെൻട്രലിൽ റൂൾ ചെയ്യുന്ന പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആൾക്കാരെ വൈസ് ചാൻസലേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈവൻ ദോ യൂണിവേഴ്സിറ്റികളുടെ മേലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഗവർണറുടെ താല്പര്യം ഇംപ്ലിമെന്റ് ചെയ്യണം. ഗവർണറുടെ താല്പര്യം സെൻട്രൽ ഗവൺമെന്റ് താല്പര്യമാണെന്ന് ഓർത്തുവെക്കണതിന്. ഇപ്പോൾ സ്റ്റേറ്റ്സ് പറയുന്നത് വെച്ചാൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇവിടെയുണ്ട്, പിന്നെ എന്തിനാണ് ഗവർണറുടെ താല്പര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ UGC ഈ ഒരു UGC എന്ത് ചെയ്യുന്നത് വെച്ചാൽ UGC വൈസ് ചാൻസലേഴ്സിന്റെ റിക്വയർമെന്റ് ഒക്കെ കുറച്ചു. അവർക്ക് നേരത്തെ അക്കാഡമിക്സിൽ വളരെ എക്സ്പെർട്ടൈസ് ഉണ്ടാവണം. ഇപ്പോൾ അക്കാഡമിക്സിൽ എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ട, മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ആൾക്കാരായാലും മതി. അതായത് ഇത് ഗ്ലോബൽ പ്രാക്ടീസുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണെന്ന് ഓർത്തുവെക്കുക. പ്രധാനമായിട്ടും US-ലൊക്കെ US-ന്റെ ഫോമർ സെക്രട്ടറീസും അതുപോലെ എക്സ് പാർലമെന്റേറിയൻസ് ഒക്കെ അവിടെ വൈസ് ചാൻസലേഴ്സ് ആയിട്ട് വരാറുണ്ട്. അതായത് ഈ ഒരു വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതേ പ്രൊവിഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് വന്നിട്ട് ഇരിക്കുന്ന സാഹചര്യമായിരിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള പൊളിറ്റൈസേഷൻ അതായത് നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമാകും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയെ ബാധിക്കുന്നതാണോ ഈ ഒരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം UGCയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് അവിടെ കൃത്യമായിട്ട് ക്വാളിറ്റിയുള്ള സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ ട്യൂട്ടേഴ്സിന്റെ എലിജിബിലിറ്റി, അറ്റൻഡൻസ്, ഫാക്കൽറ്റിയുടെ ടൈം, എക്സാമിനേഷൻ റൂൾസ്, അത്തരത്തിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് UGCയുടെ പ്രധാനപ്പെട്ട റോള്. പക്ഷെ ഇവിടെ വൈസ് ചാൻസലർ എന്ന് വെച്ചാൽ ഒരു ബ്യൂറോക്രാറ്റിക് പൊസിഷൻ ആണ്. അതിന്റെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പൊസിഷൻ ആണ്. അപ്പോൾ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് UGC ഇത്ര ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം UGC ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ ക്രിയേറ്റിവിറ്റി, ഫാക്കൽറ്റിയുടെ റെസ്പോൺസിബിലിറ്റി, അക്കാദമിക് ഫ്രീഡം തുടങ്ങിയിട്ടുള്ളവയെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡുകൾ തന്നെ ഡൗൺ ആവാൻ കാരണം. അപ്പോൾ UGCയുടെ എക്സസീവ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിസർച്ച് ആൻഡ് ഇന്നോവേഷനിലേക്കൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ഔട്ട്കം ഇല്ല. ലോയിലും എഞ്ചിനീയറിംഗിലും ഒക്കെ വളരെ അണ്ടർ പെർഫോമൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഗ്ലോബൽ റിസർച്ചിൽ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള റോളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. കട്ടിംഗ് എഡ്ജ് ഇന്നോവേഷൻസ് ആയിട്ടുള്ള DeepSeek AI ഒക്കെ ചൈന ഇറക്കി. ഇന്ത്യയിൽ AI-യുമായി ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇനീഷ്യൽ സ്റ്റേജസിലാണ്. അപ്പോൾ UGCയുടെ ഫോക്കസ് പ്രധാനമായിട്ടും ഈ ഒരു കോംപ്ലയൻസിലും റെഗുലേഷനിലും ആയിരിക്കണം. അല്ലാതെ യൂണിവേഴ്സിറ്റികളുടെ ആഭ്യന്തര വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫ്രീഡത്തിന് മേലെ, അവരുടെ നോളജ് ക്രിയേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഫോക്കസ് ചെയ്യുന്നത് വഴി അത് യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണമിയെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അടുത്തൊരു വാർത്തയാണ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതായിട്ടുള്ളത്.
സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് ക്യാപിറ്റലിസത്തിനുള്ള ഒരു ടൂളായി മാറുന്നത് എന്നുള്ളതാണ് സർവൈലൻസ് ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റയെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതാണ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് സിസ്റ്റം ആണ്. ഇവിടെ പേഴ്സണൽ ഡാറ്റ, നമ്മുടെ വ്യക്തി വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനെ വെച്ചുകൊണ്ട് നമ്മളുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യുകയും അതുപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക, പ്രൈമർലി ഫോർ പ്രോഫിറ്റ് എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാണ്. ബെസ്റ്റ് മൊബൈൽ ഫോൺ അണ്ടർ 25,000 അല്ലെങ്കിൽ ബെസ്റ്റ് മൊബൈൽ ഫോൺ അണ്ടർ 50,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡാറ്റയാണ് അല്ലേ, നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാണ്. ആ ഒരു പേഴ്സണൽ ഡാറ്റ ഇവർ കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിച്ച് അവർ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ബിഹേവിയർ, ഒരു ബൈ ബിഹേവിയർ അവർ മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ മൊബൈൽ ഫോണുകളുടെ പരസ്യം തുടർച്ചയായി കാണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇത് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് നിങ്ങൾ മറന്നുപോയാലും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഗൂഗിള്, മെറ്റ, ഫേസ്ബുക്ക്, അതുപോലെ ആമസോൺ തുടങ്ങിയുള്ള കമ്പനികളെല്ലാം തന്നെ നിങ്ങൾ ഓൺലൈനിൽ നടത്തുന്ന ആക്ഷൻസിനെ, നിങ്ങൾ നടത്തുന്ന ക്ലിക്കുകൾ, സെർച്ചുകൾ, പർച്ചേസുകളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു ഡാറ്റയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അഡ്വൈസ് ചെയ്യുകയും നിങ്ങളുടെ ബിഹേവിയേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ബിഹേവിയർ ഡാറ്റയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രെഡിക്റ്റീവ് അൽഗോരിതം വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാണിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഓട്ടോണമിയുടെ, സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ലംഘനമായിട്ട് വരും അല്ലേ. കാരണം ഇവർ തുടർച്ചയായി കാണിച്ചു കൊടുക്കുന്നതോട് നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റലിസം മോഡലില് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് നൽകുന്നത് എങ്കിൽ ഇവിടെ ഈ ഒരു സർവൈലൻസ് ക്യാപിറ്റലിസത്തില് ഹ്യൂമൻ എക്സ്പീരിയൻസിനെയാണ് കൊമോഡിഫൈ ചെയ്യുന്നതായിട്ടുള്ളത്, കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൺസ്യൂമർ ഡാറ്റ ആയിക്കോട്ടെ, റോ റിസോഴ്സ് ഡാറ്റയൊക്കെ ഇതൊക്കെ ഇവർ യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും എല്ലാം തന്നെ ഇന്റലിജൻസിനും കൺട്രോളിനും വേണ്ടി ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനികൾ അവരുടെ പ്രൈവറ്റ് പ്രോഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്, സ്റ്റേറ്റുകൾ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം തന്നെ ഇൻഡിവിജ്വൽസിനെ, പ്രൈവസീനെ, സ്വകാര്യതയെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ നൽകുന്നുണ്ട്, അൽഗോരിതംസ് ഇതിന്റെ മേലെ പ്രവർത്തിക്കുന്നുണ്ട്, അതിനുശേഷം നമ്മുടെ ബിഹേവിയറിനെ അതിനനുസരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ നമ്മുടെ സ്വകാര്യ വിവരങ്ങളെ അല്ലെങ്കിൽ പേഴ്സണൽ ഓട്ടോണോമിയെ അല്ലെങ്കിൽ വ്യക്തിത്വ സ്വകാര്യതയെ ഒക്കെ ബാധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ചോയ്സിനെ അവർ ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കുന്നതെന്നും കൂടി ഓർത്തിക്കുന്നതാണ്. ഉദാഹരണത്തിന് കാംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറയുന്ന ഒരു സ്കാൻഡൽ 2014 ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ പ്രിഫറൻസുകൾ മനസ്സിലാക്കി ഇലക്ഷനിൽ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രോസസ്സുകൾ നടത്താൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കാനാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ഉണ്ട്, ഇന്ത്യയിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കൊമോഡിഫൈയിങ് ഓഫ് പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോബിയിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ തന്നെ ചാലഞ്ച് ചെയ്യാം, ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാം, ടാർഗറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അഡ്വർടൈസ്മെന്റുകൾ ഉണ്ടാവാം. ഇതെല്ലാം തന്നെ പേഴ്സണൽ ഫ്രീഡത്തെയും ഫെയർ ഇലക്ഷനെയൊക്കെ ബാധിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ച്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള പ്രൈവസി പ്രൊട്ടക്ഷൻസ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം പേഴ്സണൽ ഓട്ടോണമി, ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് നിങ്ങളുടെ തീരുമാനമല്ല, ഇത്തരത്തിലുള്ള ഓൺലൈൻ അഡ്വർടൈസ്മെന്റുകൾ വഴി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പരസ്യങ്ങൾ വഴി നിങ്ങൾ ഫോഴ്സ് ചെയ്തെടുക്കുന്ന, നിങ്ങൾ പോലും അറിയാതെ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത വെച്ചാൽ 2024 ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓർഡർ ചെയ്തിട്ടുള്ള ഷട്ട് ഡൗണുകളാണ് ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2023 കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ഷട്ട് ഡൗണുകളും വന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ്. ഇന്ത്യയിൽ 2024 84 ഷട്ട് ഡൗണുകളാണ് ഉണ്ടായിരുന്നത്. ഇത് ലോകത്തെ മൊത്തം ഷട്ട് ഡൗണിന്റെ 28% ഓർത്തു വെക്കേണ്ടതായിട്ട്. ഏറ്റവും കൂടുതൽ ഷട്ട് ഡൗണുകൾ മണിപ്പൂരിൽ 21, ഹരിയാനയിൽ 12, ജമ്മു ആൻഡ് കാശ്മീരിൽ 12 ആയിരുന്നു. പ്രത്യേകിച്ചും
ഒഫൻഡേഴ്സിനെ അവിടെ കുറ്റം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ കൊണ്ടുവന്നുള്ളത്. പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുന്ന സമയത്താണ് 41 ഷട്ട് ഡൗൺ ആണെങ്കിൽ കമ്മ്യൂണൽ വയലൻസ് സമയത്താണ് 23 ഷട്ട് ഡൗണുകൾ ചെയ്തിട്ടുള്ളതെന്ന് കൊടുത്തുക. ഏറ്റവും ടോപ്പിലുള്ളത് മ്യാൻമാർ ആണ്, 85 ഷട്ട് ഡൗണുകളാണെന്ന് ഓർത്തുക. ഇന്ത്യയേക്കാൾ ഒരു ഷട്ട് ഡൗൺ കൂടുതലാണ്. ചൈനയും തായ്ലൻഡും ഒക്കെ മ്യാൻമാറിൽ ഷട്ട് ഡൗണിന് കാരണമായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കണം. ഇന്ത്യയിൽ 5 ഷട്ട് ഡൗണുകളാണ് എക്സാം പീരീഡിൽ 2024 നടന്നത്. എക്സാം പീരീഡിൽ പിള്ളേർ പഠിക്കുന്ന സമയത്ത് ഷട്ട് ഡൗണുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ജനറൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ ജാർഖണ്ഡിലും രാജസ്ഥാൻ പബ്ലിക് സർവീസ് എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷട്ട് ഡൗണുകൾ വിദ്യാർത്ഥികളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ചീറ്റിങ്ങിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ഇന്നസെന്റ് ആയിട്ടുള്ള യൂസേഴ്സിനെയും നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 296 ഷട്ട് ഡൗണുകളാണ് വേൾഡ് വൈഡ് ഉണ്ടായിട്ടുള്ളത് 2024. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണെന്ന് കൂടി ഓർത്തുവെക്കുന്നത്. ലോകത്തും ഓവറോൾ ആയിട്ട് ഡിജിറ്റൽ റെസ്ട്രിക്ഷൻസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തെ ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പേഴ്സണൽ ഇൻകം ടാക്സ് ഒക്കെ കുറച്ചു. 12 ലക്ഷം വരെ റിബേറ്റ് നൽകിക്കൊണ്ട് ടാക്സ് ഒഴിവാക്കി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടാക്സിന്റെ വരുമാനം കുറയുന്നതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റി ഓൺ ഫൈനാൻസ് ഈ ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത് ഗവൺമെന്റ് എങ്ങനെയാണ് കോർപ്പറേറ്റ് ടാക്സ് കട്ടിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, പേഴ്സണൽ ഇൻകം ടാക്സിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം ഇവിടെയാണ് ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ അക്കൗണ്ടബിലിറ്റി. ആ ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. എക്സിക്യൂട്ടീവിന്റെ അക്കൗണ്ടബിലിറ്റി, അതായത് ഫിനാൻസ് മിനിസ്റ്റർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്തുകൊണ്ട് അങ്ങ് പോകാൻ പറ്റില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ട്? ലെജിസ്ലേച്ചർ ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പാർലമെന്റ് ഉണ്ട്, പാർലമെന്റിന്റെ കമ്മിറ്റികൾ ഉണ്ട്. ഈ പാർലമെന്റ് കമ്മിറ്റികൾ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യും, അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തും. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഈ ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന സിസ്റ്റം, ഈ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിലെ ഒരു ഉദാഹരണമാണ് ഇത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ പാർലമെന്ററി കമ്മിറ്റികൾ ഉണ്ട് ഗവൺമെന്റിനെ കുറെ കൂടി അക്കൗണ്ടബിൾ ആക്കി മാറ്റാൻ. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റി ഓൺ ഫൈനാൻസ് ആണ് ഗവൺമെന്റിന്റെ നടപടികൾ. കാരണം 2019 മുതൽ കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്, അതിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് കട്ടുകൾ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞെങ്കിലും ഈ ഒരു 1.84 ലക്ഷം കോടി രൂപയാണ് ഗവൺമെന്റിന് വരുമാനത്തിൽ കുറവുണ്ടായിട്ടുള്ളത് ഈ ഒരു കോർപ്പറേറ്റ് ടാക്സ് കട്ട് കാരണം. അതിനെ അനുസരിച്ച് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അതിന് മറുപടി നൽകണം. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ റിബേറ്റ് നൽകുന്നുണ്ട് 12 ലക്ഷം വരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് വരുമാനത്തിൽ കുറവുണ്ടാവും. ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോനെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ചോദ്യങ്ങൾ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമാണ്. കാരണം വലിയ റിബേറ്റുകൾ പ്രഖ്യാപിച്ചു, പക്ഷെ എങ്ങനെയാണ് ഗവൺമെന്റ് വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മറുപടിയാണ് ഇപ്പോൾ പാർലമെന്ററി കമ്മിറ്റിയും ചോദിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റ് നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എമിഷൻ ടാർജറ്റുകൾ ഇന്ത്യ സെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം. അപ്പോൾ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, വിഭാഗമാണ്. അവരാണ് ഈ ഒരു എമിഷൻ ടാർജറ്റുകൾ 9 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ എമിഷൻ ടാർജറ്റുകൾ സെറ്റ് ചെയ്യാണ്. കാരണം ഇന്ത്യയിൽ കാർബൺ ട്രേഡിംഗ് മെക്കാനിസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഫെബ്രുവരി എൻഡോട് കൂടിയിട്ട് ഈ ഒരു എമിഷൻ ഇന്റൻസിറ്റി ടാർജറ്റുകൾ പ്രഖ്യാപിക്കും എന്ന് പറയുന്നത്. എന്താ ഈ എമിഷൻ ഇന്റൻസിറ്റി ടാർജറ്റുകൾ? 9 സെക്ടേഴ്സിനെ തെരഞ്ഞെടുത്തത് ഈ ഒരു 9 സെക്ടേഴ്സിനോട് പറയുകയാണ് നിങ്ങളുടെ എമിഷൻ ടാർജറ്റ് ഇത്രയാണ്, ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇത്രയാണ് കാർബൺ എമിഷൻ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ കാർബൺ എമിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാർബൺ ക്രെഡിറ്റ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയാം. അപ്പം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ഇയർ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം 2026 ഒക്ടോബറോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പോൾ ഈ കാർബൺ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഓരോ ഇൻഡസ്ട്രീസിനും എമിഷൻ ടാർജറ്റുകൾ വെക്കും. അപ്പോൾ അവരുടെ എമിഷൻ ടാർജറ്റ് അവർ മീറ്റ് ചെയ്യാണ്, അവരുടെ എമിഷൻ ടാർജറ്റിനും കൂടുതൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അതിനു വേണ്ടിയുള്ള കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറക്കുക, ഉള്ളതിനെ റിമൂവ് ചെയ്യുക, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ ഓവറോൾ കുറക്കുക എന്നുള്ളത് വഴിയൊക്കെയാണ് ഈ ഒരു കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം കൊണ്ട്, സർട്ടിഫിക്കറ്റ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയുടെ എഫിഷ്യൻസിനെ ഇംപ്രൂവ് ചെയ്യുകയാണ്. അതായത് കുറഞ്ഞ കോൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് റിക്കവറി ചെയ്തുകൊണ്ട് കോൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഡയറക്ട്ലി എമിഷൻ കട്ട് ചെയ്യുന്നതിന് പകരം അത്തരത്തിലുള്ള സ്റ്റെപ്പുകളിലേക്കാണ് പോകുന്നത്. 9 സെക്ടേഴ്സ് ആണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അയൺ ആൻഡ് സ്റ്റീൽ ആണ്, അലുമിനിയം ആണ്,
ക്ലോർ ആൽക്കലി, സിമെന്റ്, ഫെർട്ടിലൈസർ, പൾപ്പ് ആൻഡ് പേപ്പർ, പെട്രോകെമിക്കൽസ്, പെട്രോളിയം റിഫൈനറീസ്, ടെക്സ്റ്റൈൽസ്. ഇങ്ങനെ 9 സെക്ടേഴ്സ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ ഈ വോളണ്ടറി കാർബൺ ഓഫ്സെറ്റ് മാർക്കറ്റിൽ ചില കമ്പനി വിഭാഗങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി കമ്പനികൾക്ക് അവർക്ക് അഫോറസ്റ്റേഷൻ മെഷേഴ്സ് നടത്തി കാർബൺ ട്രേഡ് മെക്കാനിസം വിൽക്കാനും പറ്റും. അത് വിൽക്കുന്ന വഴി വരുമാനം ഉണ്ടാക്കാനും പറ്റും എന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കാർബൺ എമിഷൻ 2005 ലെവലിൽ നിന്ന് 45% റിഡക്ഷൻ ആണ് 2030 കൂടിയിട്ട് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു കമ്മിറ്റ്മെന്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെക്കാനിസംസ് കൊണ്ടുവരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ക്വാണ്ടം ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടം ഗ്രാവിറ്റി എന്താണ്, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താണ് ജനറൽ റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയണം. അപ്പോൾ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഗ്രാവിറ്റി എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ വലിയ മാസ്, വലിയ ബോഡീസ് വരുമ്പോഴാണ്, മാസിനെ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ വലിയ മാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്രാവിറ്റിക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവുക. അതേസമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ, ആറ്റംസും ആറ്റംസിന്റെ അകത്തുള്ള മോളിക്യൂൾസ് ഒക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കി കഴിഞ്ഞാൽ ജനറൽ റിലേറ്റീവ് ഗ്രാവിറ്റി അതുപോലെ ലാർജ് സ്കെയിൽ സ്ട്രക്ചറിലുള്ള എഫക്റ്റുകളാണ് പറയുന്നത്. അതേസമയത്ത് ക്വാണ്ടം ഗ്രാവിറ്റി അല്ല ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വെരി സ്മോൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അവിടെ ഗ്രാവിറ്റിക്ക് വലിയ റോളില്ല. കാരണം മാസ് വളരെ ചെറുതാണ്. പ്രധാനമായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് ഒക്കെയാണ് വരുന്നതായിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഈ രണ്ട് തിയറീസും കോമ്പാറ്റബിൾ അല്ല. കാരണം എന്താ, ഒന്ന് ജനറൽ റിലേറ്റിവിറ്റി വലിയ മാസുള്ള ഒബ്ജക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് വളരെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്ഥലത്തും നമുക്ക് കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ, പക്ഷേ ഈ ഗ്രാവിറ്റിയെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ കാര്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റ് അവിടെ വളരെ മിനിമൽ ആണ് എന്നുള്ളതാണ്. പക്ഷേ സയന്റിസ്റ്റുകൾ ഈ ഒരു ഗ്രാവിറ്റി ശരിക്കും ഈ ഒരു ക്വാണ്ടം പ്രിൻസിപ്പിൾസിൽ ഇൻവോൾവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെയാണ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ക്വാണ്ടം സിറ്റുവേഷൻസിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതാണ് ഇവർ പരിശോധിക്കുന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് ഒക്കെ പാരലൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വാണ്ടം ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ചും ക്വാണ്ടം സ്കെയിലിൽ, ഏറ്റവും നാരോ സ്കെയിലിൽ, ഏറ്റവും സബ് അറ്റോമിക് പാർട്ടിക്കിൾ ലെവലിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്രാവിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വാണ്ടം ഗ്രാവിറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടതായിട്ടുള്ളതെന്നും കൂടി ഓർത്തുക. അത് മെഷർ ചെയ്യുന്നത് തന്നെ വളരെ ഹാർഡാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം ഗ്രാവിറ്റി, എന്താണ് ക്വാണ്ടം മെക്കാനിസം, ജനറൽ റിലേറ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ബ്രീഫ് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ടുണീഷ്യ എന്നുള്ളതാണ്. ടുണീഷ്യയിലെ ആന്റി മൈഗ്രന്റ് സെന്റിമെന്റുകൾ ഉയർന്നു വരികയാണ്, പ്രത്യേകിച്ചും സബ് സഹാറൻ ആഫ്രിക്കൻ പ്രദേശത്തുള്ള. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ടുണീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ഏറ്റവും നോർത്തിലുള്ളതാണ്. അവിടെ നിന്ന് ഈ സീ വഴി യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു മൈഗ്രന്റ് ആയിട്ട് ഇവിടത്തേക്ക് വരുന്നതായിട്ടുള്ളത്, യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് അവിടുത്തെ ടുണീഷ്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് വാർത്തയിൽ വന്നിരിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടുണീഷ്യയിലേക്ക് ഒരുപാട് മൈഗ്രൻസ് വരുന്നുണ്ട്. അവർ മെല്ലെ മെല്ലെ സമയം കിട്ടുമ്പോൾ യൂറോപ്പിലേക്ക് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. ഇത് അവിടുത്തെ ഡെമോഗ്രാഫിക് ത്രെട്ട് ആയിട്ടാണ് അവിടുത്തെ ടുണീഷ്യൻ പ്രസിഡന്റ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടാണ്. പ്രത്യേകിച്ചും റേഷ്യലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ 2023 അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈഗ്രന്റ് എയ്ഡ് ഓർഗനൈസേഷൻ, മൈഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനൊക്കെ അവിടുത്തെ ടുണീഷ്യൻ ഗവൺമെന്റ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിന്റെ UN റെഫ്യൂജി ഏജൻസി ഒക്കെ ടുണീഷ്യയിലേക്കുള്ള പുതിയ അപ്ലിക്കേഷൻസിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ടുണീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള കൺട്രി ആണെന്ന് പറയാൻ വേണ്ടിയിട്ടും, ഒരു സൈഡിൽ മെഡിറ്ററേനിയൻ സീ ആണ്, സൈഡിൽ അൾജീരിയയും ലിബിയ ആണുള്ളതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇറ്റലിയുമായിട്ട് മാരിടൈം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ടുണീഷ്യയിൽ നിന്ന് മെല്ലെ ഒരു കടലൊന്ന് കടന്നു കഴിഞ്ഞാൽ വേഗത്തിൽ സിസിലി, സർദീനിയ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, അതായത് മാൾട്ടയിലേക്കൊക്കെ എത്താൻ പറ്റും എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ടുണീസ് ആണ് ക്യാപിറ്റൽ. എത്നിക് ഗ്രൂപ്പുകൾ അറബ്സ് ആണ് 98%, യൂറോപ്യൻ 1%, ജൂയിഷും മറ്റുമൊക്കെ ആയിട്ട് 1%. ലോവർ മിഡിൽ ഇൻകം കൺട്രിയാണ്, ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. പ്രത്യേകിച്ചും യുവാക്കൾക്കും സ്ത്രീകൾക്കൊന്നും തൊഴിലില്ലാത്ത ഒരു എക്കണോമിയാണ് എന്ന് കൂടി ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ, ഈസ്റ്റേൺ സൈഡിൽ അറ്റ്ലസ് മൗണ്ടെയിൻ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നോർത്തേൺ സൈഡിൽ നമുക്ക് സഹാറ ഡെസേർട്ട് വരെ കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തുകൊണ്ടാണ്. ഇവിടെ ടെററിസം ആക്റ്റീവ് ആണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്, ആഷ് അഷാം നെറ്റ്വർക്കുകളൊക്കെ
വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടുണീഷ്യ എന്ന് കൂടി ഓർത്തു വെക്കണം. അതായത് യുഎന്നിന്റെ മെമ്പർ ആണ്, ഇസ്ലാമിക് കോപ്പറേഷന്റെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിലെ മെമ്പർ ആണ്, ആഫ്രിക്കൻ യൂണിയനിലെ മെമ്പർ ആണ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റിലെ മെമ്പർ ആണ്, ഗ്രൂപ്പ് ഓഫ് 77ലെ മെമ്പർ ആണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. ഇതാണ് ടുണീഷ്യയുടെ ലൊക്കേഷൻ. ഒരു സൈഡിൽ മെഡിറ്ററേനിയൻ സീ ആണ്, സിസിലി ഇറ്റലി വളരെ അടുത്താണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സൈഡിൽ അൾജീരിയ, മറ്റൊരു സൈഡിൽ ലിബിയ, മുകൾ ഭാഗത്ത് നമുക്ക് മെഡിറ്ററേനിയൻ സീ കാണാൻ പറ്റും. നോർത്തേൺ മോസ്റ്റ് ആണ് ആഫ്രിക്കയിൽ എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.